ആഴ്ചകളെ നമുക്ക് കോഴിക്കോടൻ സ്റ്റൈൽ ലഗോൺ ചിക്കൻ വെച്ചിട്ട് ഒരു ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. ചിക്കൻ 2 കിലോ, 500 ഗ്രാം ഉള്ളിയാണ്, നൈസായിട്ട് വട്ടത്തിലരിഞ്ഞ ഉള്ളിയാണ്. പിന്നെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ല കട്ട പുളിയുള്ള തൈരാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കളറിന് മുളക് പൊടി, പിന്നെ ഞങ്ങൾ തന്നെ പൊടിക്കുന്ന ഗരം മസാലയാണ്. പിന്നെ സൺഫ്ലവറും കൂടി ചേർത്ത്, സൺഫ്ലവർ ഒരു 200 മതി, 200 സൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ല നാരങ്ങനീരും കുറച്ച് ഒഴിക്കണേ, ചേർത്ത് നല്ല മിക്സ് ചെയ്ത് നല്ലോണം ഉപ്പും പാകത്തിന് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം, കാരണം ഇതിൽ ഉള്ളിത്തെയും തക്കാളിത്തെയൊക്കെ നീരിങ്ങനെ ഇറങ്ങി വരണം. ആ ചാറ് ഇറങ്ങി വന്നിട്ട് നമുക്ക് അതിൽ ഉപ്പും 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഈ ഗ്രേവിയിലാണ് നമ്മൾ ഉപ്പുണ്ടോ കുറവുണ്ടോ ഉള്ളതൊക്കെ നോക്കേണ്ടത്. എന്നിട്ട് അടുപ്പ് കത്തിക്കുക. അടുപ്പ് കർപ്പൂരം ഇട്ടിട്ടാണ് കത്തിക്കുന്നത്. ഞങ്ങളെ ഏട്ടനമ്മമാരൊക്കെ വിഷുവിന് എല്ലാവരും വന്നപ്പോൾ, വിഷു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് കോഴിക്കോടത്തെ ബിരിയാണി. പാത്രം വെക്കുക. ഒരു കപ്പിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 3 കപ്പാണ് വെള്ളം ചേർക്കുന്നത്. പിന്നെ ഏലക്കായി, പട്ട, ബിരിയാണിക്ക് എല്ലാവരും ചേർക്കുന്ന പോലെ ഏലക്കായി, പട്ട, ഗ്രാമ്പു, തക്കോലം, ക്യാരറ്റ്, ഉള്ളിയും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും ചേർക്കണേ. പിന്നെ കുറച്ച് നാരങ്ങനീരും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ല വണ്ണം വെട്ടി തിളപ്പിക്കുക. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ചിക്കനിൽ ചേർത്താൽ ബാക്കിയുള്ള ചേർക്കേണ്ടത് റൈസിനൊരു ഫ്ലേവർ കിട്ടാൻ കേട്ടോ. പിന്നെ ലേശം ഉള്ളി മുരിപ്പിച്ച ബാക്കിയുള്ള ആ ഓയിലും കൂടി ചേർത്ത്, സൺഫ്ലവറാണ്, പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഞങ്ങൾ അരി ചേർക്കണേ. 2 കപ്പ് അരിയാണ് ഉള്ളത്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് 1 കിലോ ആണ്. അപ്പോൾ 2 കപ്പ് 2 കിലോ ആണ്. എന്നിട്ട് നല്ല ഇളക്കി യോജിപ്പിക്കണം. അടി പിടിക്കാണ്ട് അടുപ്പിലാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ പാത്രം ഇറക്കി വെക്കണേ, ഇല്ലെങ്കിൽ തീൻ്റെ ചൂടിനെ കൊണ്ട് അടി പിടിക്കും. പിന്നെ ചോറ് വേറെ പാത്രത്തിലേക്ക് പകർത്തി പച്ച മസാല ഉള്ള ചിക്കൻ അതിൽ ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു 40% വേവായ അരിയാണ് ചേർക്കുന്നത്. 40% വേവായിട്ടുള്ളൂ, മറ്റേത് ഒന്നായിട്ട് കുഴഞ്ഞു പോകും. അരി ചേർത്ത് നമ്മൾ 6 kg ഒഴിക്കുക. 6 kg ഒക്കെ ഒരു പാകത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതലും കുഴപ്പമൊന്നുമില്ല, ലേശം 6 kgൻ്റെ സ്മെല്ല് കൂടുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പൊടിച്ച ഗരം മസാലയും കൂടി ചേർത്ത് വറുത്ത് വെച്ച ഉള്ളി, പിന്നെ അണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് മല്ലിച്ചപ്പ്, പുതിനയും കൂടി ചേർത്ത് നമുക്ക് മൈദ വെച്ച് നല്ല സീല് ചെയ്യണം. മൈദ വെച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട് വേണ്ടിയിരുന്നു കേട്ടോ. ചപ്പാത്തിയും ഒക്കെ കുഴക്കുന്ന പോലെ ലേശം വെള്ളം കൂട്ടി കുഴക്കണേ, എന്നാൽ പിന്നെ നമുക്ക് ഒട്ടിക്കാൻ നല്ല സുഖമായിരിക്കും. അങ്ങനെ നല്ല പാകത്തിന് വെച്ച്, കാരണം എയർ പുറത്ത് പോകരുത്. എയർ നല്ല ഉള്ളിൽ ദമ്മിൽ എയർ നിറഞ്ഞാലേ എയർ പുറത്ത് പോകുള്ളൂ. നല്ല ദമ്മിൽ സീൽഡായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അടച്ചു വെക്കണം. അതിനാണ് മൈദ അങ്ങനെ ചേർക്കുന്നത് കേട്ടോ. നല്ല ദമ്മാക്കിയിട്ട് നല്ല അമർത്തിയിട്ട് അങ്ങോട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു അടുപ്പ് കത്തിക്കുക. അടുപ്പ് എന്ന് പറഞ്ഞാൽ ചിരട്ടിട്ടാണ് കത്തിക്കുന്നത്. ഒരു 15 മുറി ചിരട്ട ഇട്ടുണ്ടാവും. 15 മുറി എന്ന് പറഞ്ഞാൽ ഒരു 15 തേങ്ങൻ്റെ, അതായത് 30 ചിരട്ട. 30 ചിരട്ടിട്ട് കത്തിച്ച് അടുപ്പ് അതിലേക്ക് കയറ്റി വെച്ച് സൈഡിൽ നിന്ന് കണ്ടില്ല ദമ്മ് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ അത് അടിയിലത്തെ തീ കുറച്ചിട്ട് കനൽ മുകളിലേക്ക് വാരിടണം. പിന്നെ അടിയിൽ തീ വളരെ കുറവ് മതി, കാരണം അടിയിൽ തീ ഓവർ ഉണ്ടെങ്കിൽ നമ്മളെ ചിക്കൻ കരിഞ്ഞു പോകും. കണ്ടില്ലേ, നല്ല കത്തുന്ന കനലൊക്കെ എടുത്തിട്ട് ഈ മൂടി ഇളകാണ്ടിരിക്കുകയാണ്. മുകളിലൊരു അമ്മിക്കല്ലിൻ്റെ കുഴയും കയറ്റി വെച്ചിട്ട് ചിക്കൻ ദമ്മിങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കനലും കാര്യങ്ങളൊക്കെ എടുത്ത് മുകളിലിട്ട്, കത്തുന്നതൊക്കെ മുകളിലിട്ടിട്ട് അടിയിൽ കനൽ പരത്തി കൊടുക്കണേ. അടിയിൽ ഓവർ ചൂട് കിട്ടരുത്. അടിയിൽ ഓവർ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കരിഞ്ഞു പോകും. കാരണം പച്ച മസാലയിൽ അടിക്കുന്നത് ദം ബിരിയാണിയാണ്. ചിക്കൻ തീരെ വേവിക്കാണ്ടാണ്, പച്ചയായിട്ടിട്ടതാണ്. അതിനെക്കൊണ്ടാണ് അങ്ങനെ ഒരു 2 മണിക്കൂർ ബിരിയാണി നമ്മളെ ദമ്മ കിടക്കണം. അങ്ങനെ കെട്ടുക, അങ്ങനെ കനലായിട്ട് ഒരു 2 മണിക്കൂർ
ബിരിയാണി അവിടെ ദമ്മിൽ കിടന്നാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലുള്ള കോഴിക്കോട് ദം ബിരിയാണിയാണ്. എന്താ ഞങ്ങൾ ദമ്മ് പൊട്ടിക്കുകയാണ്. മുകളിൽ കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാതെ മാറ്റിയിട്ട് ദമ്മിട്ടിട്ട് അടിപൊളി ദമ്മ് പൊട്ടിക്കുമ്പോൾ അടിപൊളി മണാട്ടോ വരാം. കാരണം ചിക്കൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവുന്നതിനെ കൊണ്ട് നമുക്ക് ചിക്കന് വേറെ പുറത്ത് വേവിക്കുന്നില്ലല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ദമ്മിൽ വേവാണ്. പിന്നെ 2 മണിക്കൂർ നമ്മൾ മസാല തേച്ച് ചിക്കൻ വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിലൊരു ഹാഫ് വേവ് പോലെയാവും ചിക്കൻ, ആ പുളിയും നീരിലൊക്കെ കിടന്നിട്ട്. പിന്നെ ബാക്കിയുള്ളത് ഇതിൻ്റെ ആ 2 മണിക്കൂർ ദമ്മിൽ വെച്ചാൽ അടിപൊളിയായിട്ട് ചിക്കൻ വെന്ത് കിട്ടും. നമ്മളെ കോഴിക്കോട് ഇങ്ങനെയാട്ടോ ബിരിയാണി പൊതുവെ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ കോഴിക്കോട് തലശ്ശേരി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ലഗോൺ ചിക്കൻ ഉള്ളത്. ഇവിടെ ലഗോൺ ചിക്കൻ വെക്കുന്ന ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം ലഗോണിൽ ബിരിയാണി വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ലതാണ്. ചിക്കൻ നല്ല വെന്തൊട്ടൊക്കെ ഉണ്ട്. നമ്മൾ കല്യാണപ്പുരത്തെ പോലത്തെ ഒരു ബിരിയാണി കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ ചങ്കളെ.